ഹായ് മക്കളെ, മലയാളം ലെറ്റർ ഓ ഓ പഠിക്കാം കേട്ടോ. അപ്പോ വേഗം തന്നെ ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ്. എന്നും പറയുന്ന പോലെ തന്നെ സ്ലേറ്റും പെൻസിലും അല്ലെങ്കിൽ ബുക്കാണെങ്കിൽ അതും ഒക്കെ എടുത്ത് വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ പറയുമ്പം അതുപോലെ എഴുതുക. ആദ്യമേ ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ച് നോക്കുക. അപ്പൊ നമുക്ക് വേഗം പോയാലോ. ഓ എഴുതാൻ പാടില്ല മക്കളെ. കണ്ടോ, ഇതാണ് ഓ. ഒന്നുമില്ല, നമ്മൾ ആ എഴുതിയപ്പോ ഇങ്ങനെ എഴുതിയില്ലേ, ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഒരു ചിഹ്നം കൂടെ ചേർത്തിയാൽ അത് ഓ ആയി കേട്ടോ. നോക്കൂ, ഓ ഇങ്ങനെ ചുറ്റിക്കെട്ടി ഇങ്ങനെ ഒരു കുനിപ്പിട്ട് കൊണ്ടുവന്നാൽ ഓ ആയി. അതായത് നമ്മൾ ആ എഴുതുമ്പോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എഴുതും അല്ലേ, അപ്പൊ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഇത്ര എഴുതിയിട്ട് ഇവിടെ ഒരു ചുറ്റിക്കെട്ട് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ആദ്യമേ ചുറ്റിക്കെട്ടി തന്നെ എഴുതി പഠിക്കുക കേട്ടോ. ഇത് ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ നിങ്ങൾ ഇങ്ങനെ എഴുതാൻ പാടൂ കേട്ടോ. അപ്പൊ ഓ എഴുതുന്നത് എങ്ങനെയാ മക്കളെ, നോക്കിക്കേ. കണ്ടോ, ഓ നോക്കൂ, ഓ ഓ ഓ. ഇതെന്താണ്? ഓ. ഇതെന്താ മക്കളെ? ഓ. ഉറക്കെ പറഞ്ഞ ഇതെന്താണ്? ഓ. ഇപ്പൊ സ്ലേറ്റും പെൻസിലും ഒക്കെ എടുത്തേ, എന്നിട്ട് വേഗം എഴുതിക്കേ. ഓ എടുത്തോ? എടുതാ ഇവിടെ നിങ്ങൾ ഒരു ചുറ്റിക്കെട്ട് കെട്ടിക്കേ, ഒരു ചെറിയ വട്ടം പൂജ്യം. ഓക്കെ, എന്നിട്ട് അവിടുന്ന് മുകളോട്ട് വന്നിട്ട് ഒരു കുനിപ്പിട്ട് താഴോട്ട് കൊണ്ടുവരിക. ഇതെന്താ മക്കളെ? ഓ. ഒന്നും കൂടെ എഴുതിക്കേ മക്കളെ. ഓ ഓ ഓ. ഇത്ര എഴുതാനായിട്ട് ഈസി അല്ലേ? അപ്പൊ എല്ലാവരും ഓ എഴുതി പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് ഓ എഴുതാം. ഓ എഴുതാൻ പാടൊന്നുമില്ല മക്കളെ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ എ എഴുതിയപ്പോ എ ഇങ്ങനെ എഴുതിയല്ലേ, ഊ എഴുതിയപ്പോ ഊ ഇങ്ങനെ എഴുതിയല്ലേ. അപ്പൊ ഓ എഴുതുമ്പോ ഓ എഴുതാൻ ഒരു പാടുമില്ല. ഫസ്റ്റ് നമ്മള് ഓ എഴുതുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കുക. നമ്മൾ സി പഠിച്ചില്ലേ, സി ഒന്ന് തിരിച്ചിട്ടാ മതി കേട്ടോ. ഓയായി. നമ്മൾ സി ഇങ്ങനെ പഠിച്ചു, ആ സീനെ ഇങ്ങനെ തിരിച്ചിട്ടാ മതി, ആ ചിഹ്നമാകും കേട്ടോ. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനും മനസ്സിലാകാനും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓ എഴുതുന്നത് എങ്ങനെയാ മക്കളെ? ഇങ്ങനെ നോക്കിക്കേ. സെപ്പറേറ്റ് ആയിട്ട് എഴുതി കാണിക്കുന്നില്ല, കാരണം ഈസി ആയതുകൊണ്ട് കേട്ടോ. നമ്മളിപ്പോ ഓ എഴുതിയല്ലേ, അതിന്റെ കൂടെ നമ്മളൊരു ചിഹ്നം ഇങ്ങനെ ഇട്ടു. അപ്പൊ എന്തായി? ഓ. ഒന്നും കൂടെ ഓ ഓ ഓ. അപ്പൊ എല്ലാരും സ്ലേറ്റ് ഒക്കെ എടുത്തോ, എന്നിട്ട് ഓ എഴുതിക്കേ. എങ്ങനെയാണ്? ചുറ്റിക്കെട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുനിപ്പും കൂടി ഇട്ട്. അപ്പൊ എന്തായി? ഓയായി അല്ലേ. ഓ എഴുതണമെങ്കിൽ അതിനോട് ചേർന്ന് ഒരു ചിഹ്നം കൂടെ കൊടുത്തു. ചിഹ്നം കൂടെ കൊടുത്താൽ എന്തായി മക്കളെ? ഓ. അപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് ഓ. ഓ. ഇത് ഓ, ഇത് ഓ. ഓ കൂട്ടി ഒരു അക്ഷരം പറയാൻ പറഞ്ഞ ഓ കൂട്ടി ഒരു വാക്ക് പറയാൻ പറഞ്ഞ എന്ത് പറയും? എന്താ പറയാ? ഓ. നമുക്ക് ഒരുമ പറയാം അല്ലെ, ഒരുമയെന്ന് പറയാം. ഓ കൂട്ടിയിട്ട് ഓന്ത്. പല പല വാക്കുകളുണ്ട് ഇല്ലേ? അത് നമുക്ക് അക്ഷരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 5 വാക്ക് വെച്ചിട്ട് എല്ലാത്തിന്റെയും പഠിക്കാം കേട്ടോ. അപ്പൊ മക്കൾക്ക് എല്ലാം കൂടെ ആവുമ്പോൾ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് ഓരോന്നോരോന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെയായിട്ടും പഠിച്ച സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാ മക്കളെ? ആ, ആ, ഈ, ഈ, ഉ, ഊ, ഇറ്, എ, ഐ, ഓ, ഓ. ഇത് 2 പഠിച്ചല്ലേ, ഓ ഓ. അപ്പം ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇരുന്ന് എഴുതി എഴുതി പഠിക്കണം. ഒരു ദിവസം 2 ലെറ്റർ മാത്രം പഠിക്കരുത്. നമ്മൾ പുറകോട്ട് പഠിച്ച, അതായത് ആ തൊട്ടുള്ള അക്ഷരങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിട്ട് അതും കൂടെ കൂട്ടി എഴുതണം കേട്ടോ. അപ്പോഴേ നമുക്ക് വേഗം മനസ്സിലാകത്തുള്ളൂ, പഠിക്കത്തുള്ളൂ, പിന്നെ മറക്കത്തേ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം പഠിച്ചിട്ട് പഠിച്ചു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക കേട്ടോ.
ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കണോ അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടെ ഒരു അറ്റൻഷൻ വേണം, ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.